പേര് മാറ്റി എല്ലാ എവിടെ ചെന്നാലും അവരൊക്കെ എല്ലാം പിടിച്ച് ഓരോ പേര് തരും. തമിഴിൽ എന്താണ് ഹണി റോസ് അറിയപ്പെടുന്നത്? തമിഴിൽ എന്തായിരുന്നു? ഇല്ല, ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പം സൗന്ദര്യ എവിടെ ഉണ്ടായിരുന്നു. ഹംസിനി എന്തായിരുന്നു പേര്? ഹംസിനി. അതെ 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 അതെ, എനിക്ക് തന്നെ ഓർമ്മയില്ല. അതാണ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതെ 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 അതെ, 4-5 പാസ്പോർട്ട് ഒക്കെ എടുത്തു വെക്കേണ്ടി വരും. പിന്നെ ഒന്നുണ്ട്, ഓരോ സിനിമ ചെയ്തിട്ടുള്ളൂ, അപ്പം പിന്നെ കുഴപ്പമില്ല. ഹണി റോസ് ഉറച്ചു. ഹണി റോസ് ഉള്ള പേര് പ്രത്യേകതയുള്ള പേരാണ് അല്ലേ? വളരെ സ്വീറ്റ് ആയിട്ടൊരു പേരാണ്. അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടിട്ട പേരാണ്. എനിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു വീട്ടിൽ. പൊന്നു എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഷാരോൺ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ പേരിനെ കുറിച്ച് ഒരാൾ നോക്കട്ടെ. ഹണിയെ പറ്റി എനിക്ക് പറഞ്ഞ ട്രിവാൻഡ്രം ലോഡ്ജ്. ഹണി വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഒരു ദിവസവും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരാഴ്ച നീണ്ടു നിന്ന വർക്ക്ഷോപ്പിന് ശേഷമാണ് ഹണി ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ളത്. അതൊരു ശരിക്കും ഒരു ഡെഡിക്കേറ്റഡ് ആക്ട്രസിൻ്റെ ഒരു ഡെഡിക്കേഷൻ അവരതിൽ കാണിച്ചിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള 2 ചോദ്യങ്ങളാണ്. ഹണി, ഒന്ന്, അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തതിന് ശേഷം അതേ ഇൻറ്റൻസിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ചോയുള്ള ഒരു കഥാപാത്രം ഹണിയിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അത് ഹണിയിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? വൈ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് വേറൊരു തരത്തിലുള്ള കഥാപാത്രത്തിന് നോക്കുന്നതുകൊണ്ടാണോ, അതോ സ്റ്റീരിയോ ടൈപ്പ് ആവണ്ട എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണോ, അതോ കൂടുതൽ യങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണത്? 1. 2, ഹണി റോസ്, തേനും റോസാപ്പൂവും വളരെ സ്വീറ്റായിട്ടുള്ള നെയിമാണ്. ഈ പേര് മാതാപിതാക്കൾക്ക് എവിടെ നിന്ന് കിട്ടി? നമുക്ക് പേരിനെ കുറിച്ച് സംസാരിച്ചിട്ട് BKP മറ്റിലേക്ക് പോകാം. അച്ഛനും അമ്മയും കാര്യമായി ആലോചിച്ചിട്ടുണ്ട്. അല്ല, ഹണി റോസ് വർഗീസ്, റോസ് എന്നുള്ളത് അമ്മയുടെ പേരാണ്. അച്ഛൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പം ഹണി റോസ് വർഗീസ് എങ്ങനെയാ വിളിക്കാന്ന് വിചാരിച്ചിട്ട് വർഗീസ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഹണി റോസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതെ അതെ. അപ്പൊ അവര് ചിലപ്പോൾ തോന്നി ഒരു കൊച്ചല്ലേ ഉള്ളൂ, ഭയങ്കര സ്നേഹാന്ന് പറഞ്ഞതുകൊണ്ട് കാണിച്ചു. പക്ഷെ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു ആ പേര്. ഈ ഹണി റോസ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ദേഷ്യമാണ്. കാരണം അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഇല്ല ഇത്. അതെ അതെ, അല്ല. അപ്പൊ അതുകൊണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പേരാണ്. അതെ അതെ അതെ, ലാളിച്ച്. അതെ, ഒരുപാട് ലാളനയ്ക്ക് വിധേയമായിട്ടുണ്ടാവില്ലോ. അങ്ങനെയില്ല. അമ്മ നന്നായിട്ട് വഴക്കൊക്കെ പറയും. അച്ഛന് വഴക്ക് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഒന്നും പറയില്ല. എന്ത് കുരുത്തക്കേട് ചെയ്താലും പുള്ളി സഹിച്ചിരിക്കും. ഞാൻ അങ്ങനെ വലിയ അതല്ലേ അച്ഛൻ പറഞ്ഞത്, കുരുത്തക്കേടൊന്നും ചെയ്യില്ല എന്നല്ലേ പറഞ്ഞേ? അല്ലേ? അത് നല്ല കുട്ടിയാന്ന് പറഞ്ഞത്. അച്ഛനെ നമുക്ക് ഒരു JB ജംഗ്ഷനിൽ കിട്ടാത്തത് കൊണ്ട് നമുക്ക് അത് അല്ല, ഞാൻ വലിയ കുഴപ്പക്കാരിയൊന്നുമില്ല. നമുക്ക് സ്വയം അറിയാലോ. അമ്മ ഇങ്ങനെ ഇടയ്ക്ക് പിടിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. അമ്മ എപ്പോഴും ഉണ്ട്, എപ്പോഴും വലിയൊരു സപ്പോർട്ടായിട്ട്. ഒരു മോളായത് കൊണ്ട് അവർക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, വേറെ ആരെ നോക്കണ്ട. ഇല്ല. അതാണ് അത്. പക്ഷെ വേറൊരു കുഴപ്പമാണ്, എവിടെ പോയാലും 2 പേരിൽ ആരെങ്കിലും ഒരാൾ കാണും. മിക്കവാറും 2 പേരും കാണും. ഇനി ഇൻ കേസ് പറ്റില്ല എന്നാണെങ്കിൽ ഒരാളെങ്കിലും എപ്പോഴും ഉണ്ടാവും. ഒറ്റയ്ക്ക് പോവാന്നുള്ള സംഭവം ഉദിക്കുന്നില്ല, ഒരിക്കലും ഇല്ല. ഈ കുട്ടി എപ്പോഴും വീട്ടു തുടങ്ങലില്ല, ചെറുതായിട്ട്.